നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സോഷ്യൽ മീഡിയ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വെബ്സൈറ്റുകളെ അല്ലെങ്കിൽ ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ റിസോഴ്സായുള്ള ഫേസ്ബുക്കിനകത്തുള്ള പെയ്ഡ് ക്യാമ്പയിൻസിനെ പറ്റിയാണ്. ഫേസ്ബുക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നതിലുപരി ഒരുപാട് ഇൻട്രാക്ഷൻ നടക്കുന്ന ബിസിനസ് സാധ്യതയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് മണിക്കൂറിലോളം സ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു മെയിൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള ഔട്ട്റീച്ചിനുള്ള സാധ്യതകളും പല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തും ഒരുപാട് ആൾക്കാരുടെ വിസിബിൾ ഏരിയയിലേക്ക് പല ഡിസ്കഷൻസ് കൊണ്ടുവരാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഫേസ്ബുക്കിനകത്തുണ്ട്. ഓർഗാനിക്കായിട്ട് അതിനകത്തുള്ള മാർഗങ്ങളിൽ എടുത്തു പറയാവുന്നതാണ് ഫേസ്ബുക്കിനകത്തുള്ള ഗ്രൂപ്പുകൾ, കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് പോലെയുള്ള ഏരിയാസ്. അതിൽ നമുക്ക് ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനോ അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് നടത്താനോ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ പറ്റിയോ അവരുടെ പ്രോഡക്റ്റുകളെ പറ്റിയോ ഒക്കെ ഒത്തിരി പോപ്പുലാരിറ്റി മെച്ചപ്പെടുത്താനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പെയ്ഡ് മെത്തേഡുകളാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിലുള്ള വിഷയം. ഡീറ്റെയിൽ ആയിട്ട് ഈ പെയ്ഡ് മെത്തേഡുകൾ, ഫേസ്ബുക്കിനകത്തുള്ള പെയ്ഡ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്, പലതരത്തിലുള്ള പെയ്ഡ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആൾറെഡി ഈ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് തന്നെ അത് എങ്ങനെയാണ് നടത്തുന്നത് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഈ വീഡിയോസ് അതിനെപ്പറ്റിയുള്ളൊരു മുഖവിര വീഡിയോ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിനകത്ത് നമുക്കൊരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്ന പല പെയ്ഡ് പ്രോഗ്രാമുകളുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഒന്ന്, ഫേസ്ബുക്കിനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പോസ്റ്റുകളെ നമുക്ക് പെയ്ഡായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ബൂസ്റ്റ് ഓപ്ഷൻ, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പോസ്റ്റിൻ്റെ തൊട്ട് താഴെ തന്നെ കാണിക്കുന്ന ബൂസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത്, അഥവാ ഇനി ഏതെങ്കിലും ഫേസ്ബുക്ക് പേജിനകത്ത്, അക്കൗണ്ടിനകത്ത് ഇതൊന്നും സാധിക്കില്ല. അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ്. നമ്മൾ മിക്ക ആൾക്കാർക്കും ഉള്ളത് ഫേസ്ബുക്കിനകത്തുള്ള പ്രൊഫൈലാണ്. അതിനകത്ത് നിങ്ങൾ ഇടുന്ന പോസ്റ്റുകളെ പെയ്ഡായിട്ട് പബ്ലിഷ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തതിനെ പറ്റിയുള്ള വീഡിയോസ് ഇതിനു മുമ്പെയുള്ള വീഡിയോയുടെ സോഷ്യൽ മീഡിയയെ പറ്റി ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോയ്ക്കകത്തുള്ള ഡിസ്ക്രിപ്ഷനകത്തും അതുപോലെ തന്നെ ആ വീഡിയോയ്ക്കകത്തുള്ള കാർഡായിട്ടും ഞാൻ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അത് ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പർപ്പസ് കൂടി ഉദ്ദേശിച്ചാണ് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ നല്ല ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നല്ല ഡിസൈൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്യാൻവ, ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, അഡോബിൻ്റെ തന്നെ ഓൺലൈൻ ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല ഡിസൈൻസ് ആദ്യം തയ്യാറാക്കാം. കഴിവിൻ്റെ പരമാവധി ക്യാൻവ പോലെയുള്ള മെത്തേഡ് അല്ലെങ്കിൽ റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഫേസ്ബുക്കിൻ്റെ പോസ്റ്റോ ആഡിന് വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് സൈസിലുള്ള ലാൻഡ്സ്കേപ്പ് സൈസിലുള്ളതോ അല്ലെങ്കിൽ സ്ക്വയർ സൈസിലുള്ളതോ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ നല്ല ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിനെ നമ്മളുടെ പ്രോഡക്റ്റിന് അനുസൃതമായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരു ഡിസൈനായിട്ട് ഔട്ട്പുട്ട് എടുക്കാം. ആ ഔട്ട്പുട്ട് എടുത്ത് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത ഒരു പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ തന്നെ നമുക്ക് ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്ത പോസ്റ്റിനെ പെയ്ഡായിട്ട് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം, ഏത് തരത്തിലുള്ള ഓഡിയൻസിനെ സെലക്ട് ചെയ്യണം, ഏജ് ഗ്രൂപ്പ് ഏത് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ ജെൻഡർ ഏത് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ ലൊക്കേഷൻ, ഇൻട്രസ്റ്റുകൾ, ഇതൊക്കെ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഒരു നാരോ ടാർഗറ്റ് ചെയ്ത് നമ്മളെ പോസ്റ്റ് നമ്മളെ ബിസിനസ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ ഫേസ്ബുക്കിനകത്ത് സാധ്യതകളുണ്ട്. ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എഫക്റ്റീവായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് മുമ്പിലേക്ക് തന്നെ നമ്മളുടെ പോസ്റ്റുകളെ എത്തിക്കാൻ പെയ്ഡായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പെയ്ഡ് മെത്തേഡാണ്. തുടക്കത്തിൽ 80 രൂപ മുതൽ 80 രൂപ പ്ലസ് ടാക്സ് ആ എമൗണ്ട് ഡെയിലി വരുന്ന രീതിയിൽ പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പോസ്റ്റ് ബൂസ്റ്റ് കഴിഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് പെയ്ഡായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ബാക്കി മെത്തേഡുകൾ അല്ലെങ്കിൽ ബാക്കി ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് സാധ്യതകൾ, ക്യാമ്പയിൻ സാധ്യതകൾ പേജിന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പേജിന്
നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ച് പോസ്റ്റുകൾ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ, അതിന് വേണ്ട വിധത്തിൽ കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നില്ല, അതിന് വേണ്ട വിധത്തിൽ കൂടുതൽ ലൈക്സോ ഫോളോവേഴ്സോ കിട്ടിയിട്ടില്ല, അത് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് കൂടുതൽ ഫോളോവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, പേജിനകത്തേക്ക് കൂടുതൽ ഫോളോവേഴ്സ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേജ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പേജിലേക്ക് കൂടുതൽ ലൈക്സ് നമുക്ക് കൊണ്ടെത്തിക്കാം. അപ്പോൾ നമുക്ക് പേജ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പേജിൻ്റെ കവർ ഫോട്ടോ ആയിട്ട് കൊടുത്തേക്കുന്ന ഫോട്ടോ ആയിരിക്കും, പിക്ചർ ആയിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് ക്യാമ്പയിനകത്ത് വരിക. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മുൻകൂറായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസും ലൊക്കേഷനും നമുക്ക് ഇൻട്രസ്റ്റും ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ആപ്റ്റായിട്ടുള്ള ആൾക്കാരുടെ ലൈക്സ് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻസ് കണ്ടക്ട് ചെയ്യാം. പെയ്ഡ് പ്രൊമോഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചും ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചും നമ്മൾ നിശ്ചയിക്കുന്ന തുകയ്ക്ക് നമുക്ക് ഏകദേശം എത്ര ഔട്ട്റീച്ച് കിട്ടുമെന്നും എത്ര ഇംപ്രഷൻസ് കിട്ടുമെന്നും എത്രത്തോളം ലൈക്സ് ഡെയിലി കിട്ടുമെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു രൂപരേഖ അവിടെ കാണിക്കുന്നുണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ആഡ് ബഡ്ജറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ദിവസം നടത്തണം എന്നുള്ള രീതിയിൽ നമുക്ക് പേജ് പ്രൊമോട്ട് ചെയ്യാനുള്ള ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് ബൂസ്റ്റ്, അതുപോലെ തന്നെ പേജ് പ്രൊമോട്ട്. അതുപോലെ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ഒരുപാട് ഓഡിയൻസിൻ്റെ ഔട്ട്റീച്ച് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് പ്രൊമോട്ട് ലോക്കലി എന്നുള്ള ഓപ്ഷൻ. പ്രൊമോട്ട് ലോക്കലി എന്നുള്ള ഓപ്ഷൻ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ ബിസിനസ് ഒരു ലോക്കൽ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ് ആണെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ റെസ്റ്റോറൻറ്റോ ബ്യൂട്ടി പാർലറോ അതുപോലെ തന്നെ സ്കൂളോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ലോക്കൽ ഓഡിയൻസ് ആണ് അവിടെ കൂടുതൽ കിട്ടേണ്ടത്. നമുക്ക് കസ്റ്റമറായിട്ട് കിട്ടേണ്ടത് ലോക്കൽ ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും ചെയ്ത് നമ്മളെ പ്രോഡക്റ്റുകളെ പറ്റിയോ സർവീസുകളെ പറ്റിയോ ലോക്കൽ ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പയിനാണ് പ്രൊമോട്ട് ലോക്കലി എന്ന് പറയുന്ന ലോക്കൽ പ്രൊമോഷൻ ഓപ്ഷൻ. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പെയ്ഡ് ക്യാമ്പയിനകത്ത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേജിന് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ അഡ്രസ്സും ലൊക്കേഷനും മാപ്പിനകത്ത് നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് മാപ്പിനകത്ത് നിങ്ങളുടെ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പേജിനകത്ത് ലോക്കലി പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കാൻ സാധ്യതയുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേയും പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ URL കസ്റ്റമൈസ് ചെയ്തിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ക്രിയേറ്റ് യൂസർ നെയിം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പേജ് URL കസ്റ്റമൈസ് ചെയ്തിരിക്കണം. പേജിൻ്റെ URL കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ ഇതിനു മുമ്പേ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ക്ലാസ് എടുക്കുന്ന വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ടും വിശദമായിട്ടും പറയുന്നുണ്ട് എൻ്റെ ഗുണങ്ങളെപ്പറ്റി. അപ്പോൾ നമ്മൾ URL കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം പേജിനകത്തുള്ള പോസ്റ്റുകൾ ഇടുന്നതും അതുപോലെ തന്നെ പേജിനകത്തേക്ക് ഇതുപോലെ പെയ്ഡ് പ്രൊമോഷൻ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യേണ്ടതും. അപ്പോൾ ബൂസ്റ്റ് പോസ്റ്റ്, പേജ് പ്രൊമോട്ട്, അതുപോലെ തന്നെ ലോക്കലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനും ഫേസ്ബുക്കിനകത്തുണ്ട്. ഇനി നമുക്ക് സർവീസ് ഏരിയയിലേക്ക് മെയിനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനാണ് ലീഡ് ക്യാമ്പയിൻ, ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എന്നാണ് ഇതിനെ പറയുക. ഫേസ്ബുക്കിനകത്ത് കൂടുതൽ ലീഡ്സ് കിട്ടുന്നതിലേക്ക് വേണ്ടിയുള്ള ഈ ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കൊരു ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ഡേറ്റയാണ് ലീഡായിട്ട് കിട്ടേണ്ടത്, നമ്മളുടെ ഫേസ്ബുക്ക് പേജിനകത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സർവീസുമായിട്ടോ പ്രോഡക്റ്റുമായിട്ടോ ബന്ധപ്പെട്ട് എന്തൊക്കെ ഡേറ്റയാണ് ഒരു കസ്റ്റമറിൻ്റെ ഡേറ്റയായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അത് കസ്റ്റമേഴ്സിൻ്റെ നെയിം ആകാം, മൊബൈൽ നമ്പർ ആകാം, ഇമെയിൽ അഡ്രസ്സ് ആകാം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനെ ഫോമിനകത്ത് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഫേസ്ബുക്കിൻ്റെ ലീഡ് ക്യാമ്പയിൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കായിരിക്കും പോവുക. അവിടെ നമുക്ക് ഫോം സെലക്ട് ചെയ്ത് അതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ വേണ്ട വിധത്തിൽ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം ഓഡിയൻസിനെയും ലൊക്കേഷനെയും ടാർഗറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഏരിയയും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബഡ്ജറ്റ് സെലക്ട് ചെയ്ത് ലീഡ് ക്യാമ്പയിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാം. ഈ ക്യാമ്പയിൻസിനൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് നമ്മളെ ക്യാമ്പയിൻ സബ്മിഷൻ ചെക്ക് ചെയ്യുകയും റിവ്യൂ നടത്തി 2-3 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ ആഡ് അപ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും നിങ്ങളുടെ ആഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലോ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പേജിന് കൂടുതൽ നമ്മൾ ഇട്ടേക്കുന്ന പോസ്റ്റിൻ്റെ ആഡ് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ ലീഡ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്മളെ ലീഡ്സ് നമ്മുടെ ആഡ്സിനകത്ത് തന്നെ ലീഡ് ആഡിൻ്റെ നേരെ തന്നെ ലീഡ് ചെക്ക് ചെയ്യാൻ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ലീഡ്സിൻ്റെ നമ്പറും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് പേജിനകത്ത് ആർക്കെങ്കിലും പെയ്ഡ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പേജിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് പെയ്ഡ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റാതിരിക്കാം. അതൊക്കെ ടെക്നിക്കുകളുള്ള ഇഷ്യൂസാണ്.
കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പേജിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ ബിസിനസ് അക്കൗണ്ട് ആക്കി മാറ്റുക, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പെയ്ഡ് ക്യാമ്പയിൻസ് ഒക്കെ വളരെ സുഗമമായിട്ട് നടത്താവുന്നതാണ്. ഇനി ഫേസ്ബുക്കിനകത്ത് ബൂസ്റ്റ് പോസ്റ്റ്, പേജ് പ്രൊമോഷൻ, ലോക്കലി പ്രൊമോട്ട്, ലീഡ് ക്യാമ്പയിൻ, അതുപോലെ തന്നെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മളെ വെബ്സൈറ്റുകളിലേക്കുള്ള വിസിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ട്രാഫിക് ക്യാമ്പയിൻസ്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഷോപ്പിംഗ് സൈറ്റാണുള്ളത്. ആ ഷോപ്പിംഗ് സൈറ്റിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകളിലേക്ക് ആൾക്കാരെ ആകർഷിക്കുക, അവിടേക്ക് വിസിറ്റ് ജനറേറ്റ് ചെയ്യുക ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ട്രാഫിക് ജനറേഷൻ ക്യാമ്പയിൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ FB പേജ് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളും ഫേസ്ബുക്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ പെയ്ഡ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് മെറ്റാ സ്യൂട്ട് നിങ്ങളുടെ പേജിലേക്ക് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സുഗമമായിട്ട് ചെയ്യാവുന്നതാണ്. ഗൂഗിളിൻ്റെ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ക്യാമ്പയിൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് ലീഡ് കളക്ട് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇംപ്രഷൻസ് എത്രയാണ്, എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, ഏത് ലൊക്കേഷനിലെ ഓഡിയൻസ് ആണ് നമ്മളെ പേജിനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്ത പോസ്റ്റ് കണ്ടത് അല്ലെങ്കിൽ ആഡ് കണ്ടത്, എത്ര ആൾക്കാർ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും അറിയാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഫേസ്ബുക്കിനകത്തുള്ള പെയ്ഡ് ക്യാമ്പയിൻസിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ പെയ്ഡ് ക്യാമ്പയിൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാർഡിനകത്തും ഒരു ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോയ്ക്കകത്ത് ഈ ക്യാമ്പയിൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ലൈവായിട്ട് എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന വീഡിയോസാണ്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് കുറച്ച് നീളമുള്ള വീഡിയോസാണ്. പക്ഷെ നിങ്ങൾ ക്ഷമയോടുകൂടി ആ വീഡിയോ കണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനകത്ത് പറയുന്ന കാര്യങ്ങളും ഇത് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ്. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ മുമ്പോട്ട് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനകത്തുള്ള പെയ്ഡ് ക്യാമ്പയിൻസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. ബൂസ്റ്റ് പോസ്റ്റ് ആയാലും, പേജ് പ്രൊമോഷൻ ആയാലും, ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻസ് ആയാലും, ലീഡ് ക്യാമ്പയിൻസ് ആയാലും, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോക്കലി പ്രൊമോട്ട് ചെയ്യുന്ന ക്യാമ്പയിൻ ആയാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. I am Brahmadas signing off. Bye bye.